ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് ഒരു ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് എലമെൻറ്റ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമ്പാക്റ്റ് ലൈറ്റ് സോഴ്സ് പറഞ്ഞു, അതുപോലെ ലോസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് പറഞ്ഞു, ഫോട്ടോ ഡിറ്റക്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മളതിൽ പഠിക്കാൻ പോകുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ. അത് എന്താണ്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതൊക്കെ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഭാഗം ഒപ്റ്റിക്കൽ ഫൈബർ. Fiber optics are long, thin strands of glass about the diameter of human hair. Some can be made out of plastic. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ലോങ് ആയിട്ടുള്ള അതുപോലെ തിൻ സ്ട്രാൻഡ് ഓഫ് ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായ, അല്ലെങ്കിൽ എന്താ പറയുക, ചിലത് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിതമായുള്ള ഒരു ലോങ് ഫൈബറാണെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും സിലിക്കൺ ഡയോക്സൈഡ് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ എയറിനേക്കാളും കുറഞ്ഞ തിക്നെസ് കൂടിയ ഡയമീറ്റർ ആയിരിക്കും ഒപ്റ്റിക്കൽ ഫൈബർ. ലോങ് ഡിസ്റ്റൻസ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഓൾവേസ് യൂസ് ഗ്ലാസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോവർ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ ഡ്യൂറിങ് ട്രാൻസ്മിഷൻ ടു മെയിൻറ്റെയിൻ ദി സിഗ്നൽ സ്ട്രെങ്ത്. ലോങ് ഡിസ്റ്റൻസിൽ കമ്മ്യൂണിക്കേഷന് നമ്മൾ ഗ്ലാസ്സാണ് സാധാരണയായിട്ട് ചൂസ് ചെയ്യുന്നത്. അവിടെ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ്സാണ് സാധാരണയായിട്ട് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത്. When arranged in bundles, they are called optical cables, which are used to transmit light signals containing information over long ഡിസ്റ്റൻസ്. ഇതൊരു ബണ്ടിലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ കേബിൾസ്. ഒരുപാട് വരുമ്പോൾ ഒപ്റ്റിക്കൽ കേബിൾസ് നമ്മൾ പറയും. അതിന് അതിലടങ്ങിയിരിക്കുന്ന ഇൻഫോർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? സാധാരണ ഒപ്റ്റിക്കൽ കേബിൾസ് ഉപയോഗിക്കുന്നത്. ഇനിയൊരു കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസാണ്. എങ്ങനെയാണൊരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറാണ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ഒരു കോറുണ്ട്, അത് സിലിക്കയുടെ ഒരു കോറാണ്. അതിനുശേഷം വരുന്ന കവറിങ്ങിന് പറയുന്ന പേരാണ് ക്ലാഡിങ് എന്ന് പറയും. സെൻട്രൽ കോറ്, ദെൻ ക്ലാഡിങ്. അതിനുശേഷം വരുന്നൊരു കവറിങ്ങാണ് സിലിക്കൺ കോട്ടിങ്. അതിനുശേഷം എന്താണ്? ബഫർ ജാക്കറ്റ്. നെക്സ്റ്റ് സ്ട്രെങ്ത് മെമ്പേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ ബ്ലാക്ക് പോളിയൂറിത്തീൻ ഔട്ടർ ജാക്കറ്റ്. ഇത്രയും ലെയറായിട്ട് വരുന്നതാണ് എന്ത്? ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രധാന ഭാഗം എന്ന് പറയുന്നത് കോറിനെ പറഞ്ഞൊരു ക്ലാഡിങ്ങിന് ശേഷം ഒരു സിലിക്കൺ കോട്ടിങ്, അതിനുശേഷം ഒരു ബഫർ ജാക്കറ്റ്, അതിനുശേഷം സ്ട്രെങ്ത് മെമ്പേഴ്സ്, പിന്നെ ഔട്ടർ മോസ്റ്റ് ആയിട്ട് എന്ത് വരും? ഒരു ബ്ലാക്ക് പോളിയൂറിത്തീൻ ഔട്ടർ ജാക്കറ്റ് കൂടി ഉണ്ടായിരിക്കും. ഇതിൽ ഓരോന്നും എന്താണ്, അല്ലെങ്കിൽ ഓരോ ലെയറും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. കോർ. ദ കോർ ഓഫ് എ ഫൈബർ കേബിൾ ഈസ് എ സിലിണ്ടർ ഓഫ് പ്ലാസ്റ്റിക് ഓർ സിലിക്ക ഓർ ഗ്ലാസ് that runs all along the fiber cable's length and offers protection by cladding. കോർ എന്ന് പറയുന്ന അതിൻ്റെ സെൻട്രൽ പോർഷനിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? ഒരു പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ സിലിക്ക കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നൊരു കോറുണ്ടായിരിക്കും. ഈ കോറ് എന്താണ്? ആ ഫൈബർ കേബിളിലെ ലെങ്ത് മുഴുവൻ ആ കോറുണ്ടായിരിക്കും. സെൻട്രലായിട്ട് കോറുണ്ടായിരിക്കും. ഒരു ക്ലാഡിങ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു കോറുണ്ടായിരിക്കും. ദ ഡയമീറ്റർ ഓഫ് ദ കോർ ഡിപ്പെൻഡ്സ് ഓൺ ദി ആപ്ലിക്കേഷൻ യൂസ്ഡ്. ആ കോറിൻ്റെ ഡയമീറ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണ്, നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചാണ് അതിൻ്റെ ഡയമീറ്റർ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. Due to internal reflection, the light traveling within the core
reflects from the core and the cladding boundary. ഇവിടെ നടക്കുന്നത് ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്, അതായത് ഒരു സർഫസിൽ തട്ടി തിരിച്ച് വന്ന് അടുത്ത സർഫസിലേക്ക് തട്ടുന്നു. ഇവിടെ ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ കോറിൽ നിന്ന് എന്ത് ചെയ്യും, ക്ലാഡിങ്ങിന് തട്ടി ആ ക്ലാഡിങ്ങിൻ്റെ ബൗണ്ടറി തട്ടിയിട്ട് അത് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. The core cross section needs to be circular one for most of the application. The core cross section എന്ന് പറഞ്ഞാൽ സർക്കുലർ ക്രോസ് സെക്ഷനുള്ള കോറാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് കോറാണ്. കോറിനെ പൊതിഞ്ഞുകൊണ്ട് ക്ലാഡിങ്. ഇനി എന്താണ് ക്ലാഡിങ് എന്നത്? ക്ലാഡിങ് ഈസ് എൻ ഔട്ടർ ഒപ്റ്റിക്കൽ മെറ്റീരിയൽ ദാറ്റ് പ്രൊട്ടക്ട്സ് ദി കോർ. കോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയറാണ് ക്ലാഡിങ് എന്ന് പറയുന്നത്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ ക്ലാഡിങ് ഈസ് ദാറ്റ് ഇറ്റ് റിഫ്ലക്ട്സ് ദ ലൈറ്റ് ബാക്ക് ഇൻ ടു കോർ. മെയിൻ ഫങ്ഷൻ, ഒരു ക്ലാഡിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കോറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന സിഗ്നൽ, കോറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സിഗ്നൽ ക്ലാഡിങ്ങിൽ തട്ടി തിരിച്ച് വീണ്ടും എന്ന കോറിലേക്ക് എത്താൻ അതിനെ ഹെൽപ്പ് ചെയ്യുകയാണ് അത് ചെയ്യുന്നത്, ക്ലാഡിങ് ചെയ്യുന്നത്. When the light enters through the core into the cladding, it changes its angle and then reflects back to the core. ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക് പോകും. ആ ക്ലാഡിങ്ങിൽ തട്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യും, അത് കോറിലേക്ക് തിരിച്ചെത്തും. അവിടെ ഉണ്ടാകുന്ന ആ ആംഗിൾ അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ആ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തത്, കോറിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പുറമേ വരുന്ന ലെയറാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. സെൻട്രൽ ആ കോറിലുണ്ടാകുന്ന ലൈറ്റ് കോറിലേക്ക് തട്ടും, ക്ലാഡിങ്ങിലേക്ക് തട്ടും, ക്ലാഡിങ്ങിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും കോറിലേക്ക് വരും. അങ്ങനെ അവിടെ ഒരു റിഫ്ലക്ഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലൈറ്റ് റേസ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ വ്യത്യാസം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ബഫർ ജാക്കറ്റ്. എന്താണ് ബഫർ ജാക്കറ്റ് എന്നുള്ളത്? The main function of the buffers is to protect the fiber from damage while arranged in optical cables. ഒപ്റ്റിക്കൽ കേബിൾസ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ബഫർ ജാക്കറ്റ്. അതായത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഫർ ജാക്കറ്റ് ഉപയോഗിക്കുന്നു. These bundles are protected by the cable strength members covering. ഈ ബണ്ടിൽസൊക്കെ നമ്മൾ വീണ്ടും പ്രൊട്ടക്റ്റ് ചെയ്ത് എന്തുപയോഗിച്ചിട്ടാണ്, സ്ട്രെങ്ത് മെമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോറിനെ അല്ലെങ്കിൽ ഫൈബറിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഫർ ജാക്കറ്റ് ഇട്ടു. അതിന് പുറമേയായിട്ട് നമുക്ക് എന്നും കൂടി ഉണ്ട് അതിൻ്റെ ഒരു സ്ട്രെങ്ത് മെമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കവറിങ്ങും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഔട്ടർ ജാക്കറ്റ്, ഏറ്റവും ലാസ്റ്റ് വരുന്ന പുറമേ വരുന്നതാണ് എൻ്റെ ഔട്ടർ ജാക്കറ്റ് എന്ന് പറയുന്നത്. Fiber optic cables jackets are available in different colors that can easily make us recognize the exact color of the cable we are dealing with. ഓരോ ഫൈബർ ഒപ്റ്റിക് കേബിൾസിൻ്റെ എന്താണ് ഓരോ കളറിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഐഡൻറ്റിഫൈ ചെയ്യും ഏതാണെന്നുള്ളത്. The color yellow clearly signifies a single mode cable and orange color indicates multi-mode. ഇവിടെ ഒരു യെല്ലോ കളറാണ് അതിൻ്റെ ഔട്ടർ ജാക്കറ്റിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് സിംഗിൾ മോഡ് കേബിൾ ആണെന്നും, ഓറഞ്ച് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കറിയാവുന്ന എന്താണ് മൾട്ടി മോഡ് ആണെന്ന് ഉപയോഗിക്കും. ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദി ഒപ്റ്റിക്കൽ കേബിൾസ്. അപ്പോൾ ഔട്ടർ ജാക്കറ്റ് കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സ്ട്രെങ്ത്, അതായത് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന് ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഔട്ടർ ജാക്കറ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അതിലെ കളർ, അവിടെ ഉപയോഗിക്കുന്ന കളർ അനുസരിച്ച് നമുക്ക് സിംഗിൾ മോഡാണോ മൾട്ടി മോഡാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൈറ്റിന് പലതരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സാധാരണ വരച്ചിരിക്കുന്ന ഡോട്ട് ലൈനാണ് അവിടെ നോർമൽ, അതൊരു മെറ്റീരിയൽ ബൗണ്ടറിയാണ് ഹൊറിസോണ്ടലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ് റേ ഒരു സർഫസിൽ തട്ടിക്കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ മാറ്റം വരുന്നതാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൈറ്റിന് ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻസിഡൻസ് റേ എന്ന് അവിടെ തട്ടുന്ന ഒരു നോർമലിൽ തട്ടിക്കഴിഞ്ഞു, അവിടെ ഒരു സർഫസിൽ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ തട്ടി തിരിച്ച് വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, അത്
റിഫ്ലക്ഷൻ നടന്നു പറയും. അത് റിഫ്ലക്ഷൻ നടന്നു പറയും. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ആ ചേഞ്ച്, അതിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ആ ചേഞ്ച്, അതിന് നമ്മൾ എന്ത് പറയും? റിഫ്രാക്ഷൻ എന്ന് പറയാറുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഇൻസിഡൻറ്റ് റേ കാണിക്കുന്നുണ്ട്. ആ ഇൻസിഡൻറ്റ് റേ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നോർമൽ തട്ടിയിട്ട് തിരിച്ച്, ഒരു മെറ്റീരിയലിൻ്റെ ബൗണ്ടറിയിൽ തട്ടിയിട്ട് തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് കാണിച്ചു? പാർഷ്യൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാണിച്ചു. അതുപോലെ ഇവിടെ ഇൻസിഡൻറ്റ് ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് θ1 എന്ന് പറഞ്ഞ ഇൻസിഡൻറ്റ് ആംഗിളാണ്. അതുപോലെ അതെന്ത് ചെയ്തു? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോയി. ആ മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ പാത്തിൽ വരുന്ന ചേഞ്ച്, അതാണ് ആ റേ പറയുന്ന റിഫ്രാക്ഷൻ റേ എന്ന് പറയുന്നത്. കാരണം ഒരു മീഡിയത്തിൽ വന്നു മറ്റൊരു മീഡിയത്തിൽ വരുമ്പോൾ അതിൻ്റെ പാസിങ് കുറച്ച് ആ ഡയറക്ഷനിൽ കുറച്ച് ചേഞ്ച് വന്നു. അതാണ് എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ റേ എന്ന് പറയുന്നത്. ആ നോർമലും ആ ആംഗിൾ കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ടേമും എന്താണെന്ന് കുറച്ചും കൂടി വിശദമായിട്ട് പറയുമ്പോൾ, റിഫ്ലക്ഷൻ, the bouncing back of rays light from a polished and shiny surface is called reflection of light. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഒരു സർഫസിൽ തട്ടി, ഒരു ലൈറ്റ് ഒരു സർഫസിൽ തട്ടി തിരിച്ചു വരുന്ന ഇതിനെ പറയുന്ന പേരാണെന്ന് റിഫ്ലക്ഷൻ, പ്രതിഫലനം എന്ന് പറയും. അതൊരു പോളിഷ്ഡ് സർഫസ് അല്ലെങ്കിൽ ഒരു ഷൈനി സർഫസ് ആണെങ്കിൽ ആ സർഫസിൽ തട്ടി ലൈറ്റ് റേ തിരിച്ചു വരുന്നതാണ് എന്ത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിഫ്രാക്ഷൻ. ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് റേസ് ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ ലൈറ്റ് റേ പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു ലൈറ്റ് റേ, ഒരു പ്രകാശരശ്മി ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിൻ്റെ ആ സഞ്ചരിക്കുന്ന പാതയ്ക്കൊരു ബെൻഡിങ്, ഒരു ചെറിയൊരു വ്യത്യാസം വരും. അതിന് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷനും രണ്ടാണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ തട്ടി തിരിച്ചു വരുന്നത്, സർഫസിൽ തട്ടി തിരിച്ചു വരുന്നതിന് റിഫ്ലക്ഷൻ എന്നും, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്? അതിൻ്റെ പാതയിൽ വരുന്ന ചെറിയൊരു ചേഞ്ച്, അതിനെ നമ്മൾ എന്ത് പറയുന്നു? റിഫ്രാക്ഷൻ എന്നും പറയുന്നു. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ അറ്റ് വിച്ച് ലൈറ്റ് സ്ട്രൈക്സ് എ സർഫസ് വിത്ത് റെസ്പെക്ട് ടു നോർമൽ. ഒരു ലൈറ്റ് ബീം ഒരു സർഫസിൽ തട്ട്, ആ ആംഗിളും നോർമലും കൂടി വരയ്ക്കുന്ന ആംഗിളിനെ പറഞ്ഞ പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ലൈറ്റ് റേ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർഫസിൽ തട്ടുന്ന ആ പോയിന്റ്, അതും നോർമലും കൂടി വരയ്ക്കുന്ന ആംഗിളാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ അറ്റ് വിച്ച് ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം എ സർഫസ്. ലൈറ്റ് റേ സർഫസിൽ തട്ടി തിരിച്ചു വരുന്ന, ആ ചെന്ന് തട്ടുന്ന അതും അതുപോലെ തിരിച്ചു വരുന്ന ആ രണ്ട് ലൈനുകൾക്കിടയിൽ നമ്മൾ വരയ്ക്കുന്ന ആംഗിളാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? ദ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ വേ ഓഫ് മെഷറിംഗ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മെറ്റീരിയൽ. ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളെന്താണ്? ഒരു ലൈറ്റിൻ്റെ ഒരു മെറ്റീരിയലിലൂടെയുള്ള സ്പീഡിനെ മെഷർ ചെയ്യുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഇവിടെ ഒരു നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡും അതുപോലെ എന്താണ് ഒരു മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ, അതിന് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാക്വം ഈസ് ദെർഫോർ 1 ബൈ ഡെഫിനിഷൻ. അപ്പോൾ വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡും മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം വാക്വത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഇപ്പോൾ ഫൈബർ ഒപ്റ്റിക്സ് എന്ന ഒരു പ്രിൻസിപ്പിളാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. വെൻ ദ ലൈറ്റ് റേ സ്ട്രൈക്സ്
interface at an angle greater than the critical angle, the light ray does not pass through the interface into the glass. The effect is as if a mirror exists at the interface. ഒരു ലൈറ്റ് റേ എന്താണ് ഒരു തട്ടുന്ന ഇൻ്റർഫേസ് ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ ഒരിക്കലും എന്തില്ല, ദ ലൈറ്റ് റേ ഡസ് നോട്ട് പാസ് ത്രൂ ദി ഇൻ്റർഫേസ് ഇൻ ടു ദി ഗ്ലാസ്. ഗ്ലാസ്സിലൂടെ എന്ത് ചെയ്യില്ല, പാസ് ചെയ്യില്ല. ദ എഫക്റ്റ് ഈസ് എ മിറർ, ഒരു മിററിൽ കാണുന്ന എഫക്റ്റാണ് അതെന്ന് പറയുന്നത്. വെൻ ദിസ് occurs, the angle of reflection is equal to the angle of incident. If the real mirror were used, the action is known as total internal reflection. റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതാണ് സാധാരണ റിയൽ മിററിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇതിനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. Critical angle is the angle of incident that causes the refracted light to travel along the interface between two different media. Critical angle എന്ന് പറഞ്ഞാൽ the angle of incident that causes the refracted light to travel along the interface between two different മീഡിയയിലൂടെയുള്ള ലൈറ്റ് ട്രാവൽ, അത് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിൽ പറയുന്നത്. If the angle of incident is made greater than the critical angle, angle of incident critical ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ the reflection occurs instead of refraction. ഇവിടെ റിഫ്രാക്ഷൻ നടക്കാതെ എന്ത് ചെയ്യും, റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ് ഇൻസിഡൻറ്റ് ആംഗിൾ എങ്കിൽ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ് ഇൻസിഡൻറ്റ് ആംഗിൾ എങ്കിൽ അവിടെ എന്താണ്, റിഫ്ലക്ഷനാണ് നടക്കുന്നത്. ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ലൈസ് ഇൻ ബിഹേവിയർ ഓഫ് ലൈറ്റ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത് എന്താണ്, ലൈറ്റിൻ്റെ ഒരു ബിഹേവിയറിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ദ ലൈറ്റ് ഓൾവേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ലൈറ്റ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇൻ ദീസ് ദ ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ബട്ട് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻസൈഡ് ദ ഒപ്റ്റിക്കൽ ഫൈബർ. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. മില്യൺ ആൻഡ് ട്രില്യൺ ടൈംസ് ഓഫ് റിഫ്ലക്റ്റഡ് ബൈ ദി ക്ലാഡ് ഇറ്റ് അക്വയർസ് ദ ഷേപ്പ് ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ. ആ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഷേപ്പ് അനുസരിച്ച് അത് എത്ര മില്യൺ ട്രില്യൺ കണക്കിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് അവിടെ. സോ എഫക്റ്റീവ്ലി ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് ബീൻ ട്രാവലിംഗ് അലോങ് ദി ഫൈബർ. ആ ഫൈബർ എത്രയാണോ അതിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ അത്രയും എന്ത് നടക്കുന്നുണ്ട്, റിഫ്ലക്ഷൻ നടക്കുന്നത്. ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ ഓൺലി ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ ഡയലക്ട്രിക് മീഡിയം. അത് ചേഞ്ച് ചെയ്യുന്നത് അവിടെ ഉപയോഗിക്കുന്ന മീഡിയത്തിന് അനുസരിച്ചായിരിക്കും. ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് വിത്തിൻ an optical fiber is necessary to take into account the refractive index of the electric medium. ഒരു പ്രൊപ്പഗേഷൻ, ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷൻ, ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയുള്ള പ്രൊപ്പഗേഷൻ നടക്കുന്നത് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനനുസരിച്ചായിരിക്കും നടക്കുന്നത്. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയറിയാം, ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സിഗ്നൽ 1 കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ആ അത് തട്ടുന്നതനുസരിച്ച് ഒരു സർഫസിൽ തട്ടും, തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അടുത്ത സർഫസിലേക്ക് പോകുന്നു, അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. ലൈറ്റ് സിഗ്നൽ 2, ആ സിഗ്നൽ 2 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു തിന്നായിട്ടുള്ള ലൈനാണ് സൂചിപ്പിക്കുന്നതിൻ്റെ. പിന്നെ വച്ചിങ്ങനെ നോർമലാണ്, അവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഓരോ റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഫിഗറിൽ നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലേ, ഓരോ ആംഗിളും അതിന് വ്യത്യാസം വരുന്നുണ്ട്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റിൻ്റെ വാക്വത്തിലുള്ള സ്പീഡും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെയുള്ള സ്പീഡും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്.
ആണ് പറയുന്നത്. അവിടെ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, വാക്വത്തിലുള്ള വെലോസിറ്റിയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെയുള്ള വെലോസിറ്റിയും ലൈറ്റിൻ്റെ വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം divided by velocity of light in vacuum. The light is refracted and also partially reflected internally in the same medium, which is referred as partial internal reflection. ലൈറ്റ് റേ എന്തുണ്ട് റിഫ്രാക്റ്റ് ചെയ്യുന്നതിനൊപ്പം എന്ത് ചെയ്യും, പാർഷ്യലായിട്ട് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് റിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ എന്തും കൂടി ഉണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ എന്ത് പറയുന്നത് പാർഷ്യൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ നമ്മൾ വർക്കിംഗ് പഠിച്ചു, അടുത്ത ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, ഇതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ദർ ആർ ടു ബേസിക് വേസ് ഓഫ് ക്ലാസിഫൈയിങ് ഫൈബർ. പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ ക്ലാസിഫൈ ചെയ്തത്. ബേസ്ഡ് ഓൺ ദി മോഡ്സ് അനുസരിച്ചിട്ട് സിംഗിൾ മോഡ് ഫൈബർ എന്നും മൾട്ടി മോഡ് ഫൈബർ എന്നും പറയുന്നു. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ദി ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ വാരീസ് അക്രോസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദി കേബിൾ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്നും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി അതിലെന്താണ് സിംഗിൾ മോഡ് ഫൈബർ എന്നുള്ളത്? ഇത് സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ SMF, മോണോമോഡ് ഒപ്റ്റിക്കൽ ഫൈബർ, സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ വേവ് ഗൈഡ് ഓർ യൂണിമോഡ് ഫൈബർ type has the smaller core diameter in the order of 3.5 into 10 raised to minus 4 inches or 9 microns and a cladding diameter of 125 mm. ഒരു സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ SMF സിംഗിൾ മോഡ് ഫൈബർ, അതിന് പറയുന്ന മറ്റു പേരുകളാണ് മോണോമോഡ് ഒപ്റ്റിക്കൽ ഫൈബർ അല്ലെങ്കിൽ സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ വേവ് ഗൈഡ്, അതുമല്ലെങ്കിൽ യൂണിമോഡ് ഫൈബർ എന്നും നമ്മൾ പറയാറുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ സൈസ് ആയിരിക്കും. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.5 into 10 raised to minus 4 inch അല്ലെങ്കിൽ 9 മൈക്രോൺ, അതാണ് എൻ്റെ കോർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഞാൻ പുറമേ വരുന്ന ക്ലാഡിംഗ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 125 mm ആണ്. These fibers are used in telephone and television due to small core. ഇത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടെലിഫോണിൽ അതുപോലെ ടെലിവിഷൻ ഒക്കെ ഉപയോഗിക്കുന്നു, കാരണം സ്മോൾ കോറായ കാരണം ഉപയോഗിക്കുന്നു. This SMF is designed to carry only single ray of light. അതാണ് മോഡ് എന്ന് പറയുന്നത്. Although the ray travel parallel to the length of the fiber, it is often called transverse mode since its electromagnetic vibration occurred to the length of the electromagnetic vibration occur perpendicular to the length of the fiber. ഇവിടെ സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ ഒരു സിംഗിൾ അവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ റേ ഓഫ് ലൈറ്റാണ് അതിലൂടെ ക്യാരി ചെയ്യുന്നത്. ഈ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത് എന്താണ് ആ ഫൈബറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് അതിലൂടെ പാരലായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓഫൺ കോൾഡ് ട്രാൻസ്വേഴ്സ്, അതുപോലെ അതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് മോഡ് എന്നും പറയുന്നു. സിൻസ് ഇറ്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വൈബ്രേഷൻ ഒക്കർ പെർപെൻഡിക്കുലർ ടു ദി ലെങ്ത് ഓഫ് ദി ഫൈബർ, അതിൻ്റെ ലെങ്ത് ഓഫ് ദി ഫൈബറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ എന്ത് ആക്ട് ചെയ്യുന്ന അവിടുത്തെ ഇലക്ട്രോമാഗ്നറ്റിക് വൈബ്രേഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ മോഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റേ ആണ്, അതിലൂടെ എന്ത് ചെയ്യുന്നത് ആ ലെങ്ത്തിനനുസരിച്ച് അതിൻ്റെ പാരലായിട്ട് പാസ് ചെയ്യും. അപ്പോൾ ഈ മൾട്ടിമോഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ the MMF type has larger core diameters on the order of 2.5 into 10 raised to minus 3 inches or 62.5 microns as to transmit many signals per fiber. ഒരു മൾട്ടി മോഡ്, അപ്പോൾ ഇതിൽ പറയുന്നത് മൾട്ടി മോഡ് ഫൈബേഴ്സ്. സിംഗിൾ മോഡ് ആകുമ്പോൾ സിംഗിൾ റേ ഉപയോഗിച്ചിരുന്നത്, മൾട്ടി മോഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജർ കോർ ആണ്, വലിയ കോറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 into 10 raised to minus 3 inch അല്ലെങ്കിൽ 62.5 മൈക്രോണിൽ ഉള്ള ഡയമീറ്ററുള്ള കോറാണ് ഉപയോഗിക്കുന്നത്.
ടു ട്രാൻസ്മിറ്റ് മെനി സിഗ്നൽസ് പെർ ഫൈബർ. ഓരോ സിഗ്നലിലൂടെ ഒരുപാട് സിഗ്നൽസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. വൈൽ ദ നമ്പർ ഓഫ് ലൈറ്റ് റിഫ്ലക്ഷൻസ് ഇൻക്രീസ്ഡ് ആസ് ദ ലൈറ്റ് പാസസ് ത്രൂ ദി കോർ ഇൻക്രീസസ്. എന്താണ് അവിടെ ഇത്രയും നമ്പർ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആസ് ദ ലൈറ്റ് പാസസ് ത്രൂ ദി കോർ ഇൻക്രീസ്. അപ്പോൾ അവിടെ കോറ് കൂടുതൽ വേണം. ഇറ്റ് ക്രിയേറ്റ്സ് ദ എബിലിറ്റി ഫോർ മോർ ഡാറ്റ ടു പാസ് ത്രൂ എ ഗിവൺ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒറ്റ ടൈമിൽ എന്ത് ചെയ്യും? ഒരുപാട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓഫ് ഹൈ ഡിസ്പേർഷൻ ആൻഡ് അറ്റുനേഷൻ റേറ്റ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ഫൈബർ ദ ക്വാളിറ്റി ഓഫ് ദ സിഗ്നൽ ഈസ് റെഡ്യൂസ്ഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അറ്റുനേഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഒക്കെ കാരണം ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അവിടെ എന്താണ് അതിൻ്റെ ക്വാളിറ്റി, ആ സിഗ്നൽ ക്വാളിറ്റി എന്ത് ചെയ്യും? വളരെ കുറച്ച് കുറയും, റെഡ്യൂസ് ചെയ്യും. കാരണം ഇത്രയും ലോങ്ങിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന റിഫ്ലക്ഷനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. ദിസ് ആപ്ലിക്കേഷൻ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് ഡാറ്റ ആൻഡ് ഓഡിയോ വീഡിയോ ആപ്ലിക്കേഷൻസ് ഇൻ ലാൻഡ്സ്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ആണ്. കാരണം കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോഴത്തേക്കും സിഗ്നലിൻ്റെ ക്വാളിറ്റി കുറയും. അതാണ് ഷോർട്ട് ഡിസ്റ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നു. സാധാരണ ഡാറ്റ, അതുപോലെ ഓഡിയോ വീഡിയോ ട്രാൻസ്മിഷൻ, ലാൻ കണക്ഷൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ഷനിൽ, അതുപോലെ RF ബ്രോഡ്ബാൻഡിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നു. കേബിൾ കമ്പനീസൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ഓവർ മൾട്ടിമോഡ് ഫൈബർ. കൂടുതൽ മൾട്ടിമോഡ് ഫൈബർ ഉപയോഗിക്കുന്നില്ല. RFലും ഒന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ല, കാരണം ലോങ് ഡിസ്റ്റൻസ് പറ്റാത്ത കാരണം. ഇനി അതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിളാണ് സിംഗിൾ മോഡും അതുപോലെ തന്നെ മൾട്ടി മോഡും കൂടിയുള്ള ഒരു കമ്പാരിസൺ ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ മോഡ് എങ്ങനെയാണ്, അതിൽ മൾട്ടി മോഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇനി സ്മോൾ കോർ, അതിൻ്റെ കോർ എന്ന് പറയുന്നത് 9 മൈക്രോൺ ആണ്. അതുപോലെ ലാർജർ കോർ ദാൻ സിംഗിൾ മോഡ് കേബിൾ, അതായത് 50 മൈക്രോൺ നമ്മൾ ഉപയോഗിക്കുന്നതിൽ മൾട്ടി മോഡിൽ. ലെസ് ഡിസ്പേർഷൻ, അതായത് സിഗ്നൽസിൽ വളരെ എന്താണ് അത്ര ലോസും സംഭവിക്കില്ല. ഡിസ്പേർഷൻ ലോസിൽ വരുന്നതാണ്, അതിൽ സംഭവിക്കില്ല. അലോസ് ഗ്രേറ്റർ ഡിസ്പേർഷൻ ആൻഡ് ദെർഫോർ ലോസ് ഓഫ് സിഗ്നൽ. അവിടെ ഡിസ്പേർഷൻ കൂടുതലായ കാരണം ലോസും കൂടുതലാണ്. സ്യൂട്ടഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ആപ്ലിക്കേഷൻ അപ് ടു 3 കിലോമീറ്റർ, അതായത് 3 കിലോമീറ്റർ, അതായത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് ഉപയോഗിക്കുന്നു. ഇവിടെ യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ആപ്ലിക്കേഷൻ ബട്ട് ഷോർട്ടർ ദാൻ സിംഗിൾ മോഡ്. സിംഗിൾ മോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 3 കിലോമീറ്റർ വരെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അത്ര ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു 2 കിലോമീറ്റർ വരെയുള്ള ട്രാൻസ്മിഷനാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ലേസേഴ്സ് ആസ് ലൈറ്റ് സോഴ്സ് ഫോർ ഡിസ്റ്റൻസ് ഓഫ് സെവറൽ തൗസൻഡ് മീറ്റേഴ്സ്. ഇവിടെ ഉപയോഗിക്കുന്നത് ലേസറാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ മൾട്ടി മോഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് LEDs ആണ്. യൂസസ് LEDs ആസ് ദ ലൈറ്റ് സോഴ്സ് ഓഫൻ വിത്തിൻ ലാൻഡ്സ് ഓർ ഡിസ്റ്റൻസ് ഓഫ് എ കപ്പിൾ ഓഫ് 100 മീറ്റേഴ്സ്. സിംഗിൾ മോഡിൽ ലേസർ ഉപയോഗിക്കുന്നത് ലൈറ്റ് സോഴ്സ് ആയിട്ട്, മൾട്ടി മോഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് LEDs ആണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് സിംഗിൾ മോഡും അതുപോലെ തന്നെ മൾട്ടി മോഡും തമ്മിലുള്ള ഡിഫറൻസ്? അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദ കോർ ആൻഡ് ദ ക്ലാഡിംഗ് ഓഫ് ദി ഫൈബർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കോറിലെയും ക്ലാഡിങ്ങിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ സൂചിപ്പിക്കുന്നതിന് ഇവിടെ ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ടൈപ്പാണ്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറുണ്ട്, അതുപോലെ തന്നെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറുണ്ട്. ഇനി എന്താണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഹാസ് ആൻ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ പ്രൊഫൈൽ ദാറ്റ് സ്റ്റെപ്സ് ഫ്രം ലോ ടു ഹൈ ടു ലോ ആസ് മെഷേർഡ് ഫ്രം ക്ലാഡിംഗ് ടു കോർ ടു ക്ലാഡിംഗ്. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത് എന്താണ്? ലോ ടു ഹൈ ടു ലോ ഹൈ എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത്. അതായത് ക്ലാഡിംഗ് ടു കോറ്, വീണ്ടും ക്ലാഡിംഗ്, അങ്ങനെയാണ് എൻ്റെ ട്രാൻസ്മിഷൻ. ഡ്യൂ ടു ഇറ്റ്സ് ലാർജർ കോർ സം ഓഫ് ദ ലൈറ്റ് റേസ് ദാറ്റ് മേ ട്രാവൽ
എ ഡയറക്റ്റ് റൂട്ട്. ലാർജ് സൈസായ കാരണം എന്താണ്, ലാർജ് കോർ സൈസ് കൂടിയത് കാരണം അതിൽ ചില റേസ് എന്ത് ചെയ്യും, ലൈറ്റ് റേസ് എന്ത് ചെയ്യും, നേരെ ട്രാവൽ ചെയ്യാനാണ്, ഡയറക്റ്റായിട്ട് ട്രാവൽ ചെയ്യാനാണ്. whereas the other zigzag as the bounds of the cladding. ബാക്കി വരുന്നത് ചിലത് എന്താണ് ഡയറക്റ്റായിട്ട് പാസ് ചെയ്യും, ചിലത് എന്ത് ചെയ്യും ആ ക്ലാഡിങ്ങിലൊക്കെ തട്ടിയിട്ട് സിഗ്സാഗ് മാനറിലായിരിക്കും എന്ത് ചെയ്യുന്നു ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. ദീസ് ഓൾട്ടർനേറ്റ് പാത്ത് കോസ് ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ലൈറ്റ് റേസ്. ഈ ഓൾട്ടർനേറ്റ് പാത്ത് ചിലത് ഡയറക്റ്റ് പോകും, ചിലത് എന്താണ് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കാരണം എന്താണ് റിഫ്രാക്ട് group of light rays referred to as modes to arrive separately at the receiving. അതിൻ്റെ റിസീവിങ് പോയിന്റ് എത്തുന്ന സമയത്ത് എന്തായിരിക്കും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നുണ്ടായിരിക്കും. ഡയറക്റ്റ് പോകുന്നത് ഇത്, അതുപോലെ സിക്സാഗ് ആയിട്ട് എന്താണ് ക്ലാഡിങ്ങിൽ തട്ടി തിരിച്ച് പോകുന്നതൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും റിസീവിങ് പോയിന്റിൽ എത്തുന്നത്. ദ ലൈറ്റ് റേസ് ബിഗിൻസ് ടു സ്പ്രെഡ് ഔട്ട് ലോസിങ് ഇറ്റ്സ് വെൽ ഡിഫൈൻഡ് ഷേപ്പ്. അവിടെ എന്ത് ചെയ്യും, ലോസസ് സംഭവിക്കും. The need to leave spacing between pulses to prevent overlapping limits the amount of information that can be sent. അവിടെ എന്ത് ചെയ്യും, പല സമയത്ത് അവിടെ റിസീവിങ് പോയിന്റിൽ എത്തുന്ന കാരണം എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന സിഗ്നൽസ് എന്തിനായിരിക്കും, സ്പേസിങ് ഉണ്ടായിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് ഫൈബർ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ട്രാൻസ്മിഷൻ ഓവർ ഷോർട്ട് ഡിസ്റ്റൻസ്. അത് കാരണം നമുക്കിത് ഷോർട്ട് ഡിസ്റ്റൻസിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞാൽ അതിൽ ലാർജ് സൈസ് ആയിരിക്കും, കാരണം ചില റേസ് ഡയറക്റ്റായിട്ട് നേരിട്ട് പോവുകയും ചില എന്ത് ചെയ്യും ആ ക്ലാഡിങ്ങിനൊക്കെ തട്ടി സിഗ്സാഗ് മൂവ്മെൻറ്റിൽ പോവുകയും ചെയ്യും. അപ്പോൾ ഇത് അങ്ങോട്ട് റിസീവിങ് പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യില്ല, കറക്റ്റായിട്ടായിരിക്കും എത്തില്ല, അതിലൊരു സ്പേസിങ് ഇങ്ങനെ ഇതാവും. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഷോർട്ട് ഡിസ്റ്റൻസിലാണ്. കാരണം ലോങ് ഡിസ്റ്റൻസ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് റിഫ്ലക്ഷൻ നടന്നാൽ എത്തുന്ന സമയത്ത് നമ്മുടെ സിഗ്നൽ കുറേ ലോസ് സംഭവിക്കും. നെക്സ്റ്റ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഇനി ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്താണെന്നുള്ളത്, ഇൻ വിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് റെഡ്യൂസസ് ഗ്രാജ്വലി ആസ് ദ ഫങ്ഷൻ ഓഫ് റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദി ഫൈബർ സെൻറ്റർ. ഇവിടെ അതിൻ്റെ ഫൈബർ സെൻറ്ററിൽ നിന്നും അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും, ഗ്രാജ്വലി റെഡ്യൂസ് ചെയ്യും. The index of refraction decreases in proportion to the distance away from the center of the fiber. The refractive index decreases in a proportion to distance away from the center of the fiber. Fiber പോകുന്ന സെൻറ്റർ അനുസരിച്ച് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. The higher refractive index at the center makes the light rays moving down the axis advance more slowly than those near the cladding. അവിടെ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആണെങ്കിൽ എന്ത് ചെയ്യും, സെൻറ്ററിലാണെങ്കിൽ ദ ലൈറ്റ് റേ എന്ത് ചെയ്യും, മൂവ് ചെയ്യും മൂവിങ് ഡൗൺ ദി ആക്സിസിന് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യും. അഡ്വാൻസ് മോർ സ്ലോലി ദാൻ ദോസ് നിയർ ദി ക്ലാഡിങ്, വളരെ സ്ലോ ആയിട്ട് ആണ് ട്രാവൽ ചെയ്യുന്നത്. അത് നെക്സ്റ്റ് ഫിഗർ വരുന്നത് നോക്കിയാൽ കുറച്ചും കൂടി മനസ്സിലാവും. The shortened path and their high speed allow light at the periphery to arrive at a receiver at about the same time as the slow but straight rays in the core axis. വളരെ സ്ലോ ആയിട്ടായിരിക്കും എന്താണ് റിസീവിങ് പോയിന്റ് എത്തുന്നത്. ദിസ് റിസൾട്ട് ഡിജിറ്റൽ പൾസ് സഫേഴ്സ് ലെസ് ഡിസ്പെർഷൻ. അവിടെ അത് കാരണം ഡിജിറ്റൽ സിഗ്നൽസൊക്കെ എന്താണ് വളരെ കുറഞ്ഞ ഡിസ്പെർഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ദിസ് ടൈപ്പ് ഓഫ് ഫൈബർ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അത് ഉപയോഗിക്കുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നമുക്ക് അടുത്ത ഒരു ഫിഗർ നോക്കിയാൽ കുറച്ചും കൂടി മനസ്സിലാവും എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് അവിടെ നോക്കിയാൽ അറിയാം, ഇൻപുട്ട് പൾസ് ഔട്ട്പുട്ട് പൾസ്, ഇൻപുട്ട് പൾസും ഔട്ട്പുട്ട് പൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുക N1 N2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലാണ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഹൈ കോർ മോഡ്, അതായത് ഇവിടെ സിഗ്നൽ ചിലത് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നുണ്ട്. ഫിഗർ നോക്ക്, ഫസ്റ്റ് കുറച്ച് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നുണ്ട്, ചിലത് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ആ കോറിൽ നിന്ന് ക്ലാഡിങ്ങിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നത് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു ഡയറക്റ്റായിട്ട് ആ കോറിന് ഡയറക്റ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ ഇൻപുട്ട് സിഗ്നൽ പൾസും ഔട്ട്പുട്ട് പൾസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൾട്ടിമോഡിലാകുമ്പോൾ എന്താണ് അവിടേക്ക് എത്തുമ്പോൾ റിസീവിങ് പോയിൻ്റ് എന്തായിരിക്കും കുറച്ചും കൂടി വീക്ക് സിഗ്നലായിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. സിംഗിൾ മോഡ് ആണെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത അതേ സിഗ്നലിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ആണെങ്കിൽ നമുക്കറിയാം വളരെ സ്ലോ ആയിട്ട് പാസ് ചെയ്ത ക്ലാഡിൻ്റെ അടുത്ത് വളരെ സ്ലോ ആയിട്ട് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും അതൊരു പോയിൻ്റ് എത്തിയിട്ട് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ
സ്ലോ ആയിട്ട് പാസ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പം അവിടെ ഇൻപുട്ട് പൾസും ഔട്ട്പുട്ട് പൾസും കൂടി വലിയ ലോസ് ഉണ്ടാവാറില്ല, വളരെ കുറഞ്ഞ ലോസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി സ്പെസിഫിക്കേഷൻ എന്താണ് നമ്മളവിടെ ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷൻസ്. ഇൻഫർമേഷൻ സർവീസസ് ആൻഡ് ടെക്നോളജി IST കറൻ്റ്ലി സ്പെസിഫൈഡ് the installation of 62.5/125 micron multimode and 8.3/125 micron single mode fiber optic cable to support data communication services. അത് ഇൻഫർമേഷൻ സർവീസ് ആൻഡ് ടെക്നോളജി IST പ്രകാരം നമ്മൾ ഉപയോഗിക്കുന്നത് 62.5 125 മൈക്രോണുള്ള മൾട്ടിമോഡ് ഫൈബറും അതേപോലെ തന്നെ 8.3/125 മൈക്രോൺ സിംഗിൾ മോഡ് ഫൈബർ ഒപ്റ്റിക് കേബിളാണ് സാധാരണയായിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ആ സിംഗിൾ മോഡ് ഫൈബേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, അതേപോലെ തന്നെ എന്താണ് മൾട്ടിമോഡിൻ്റെ പ്രത്യേകത എന്താണ്. ഒരു സിംഗിൾ മോഡ് ഫൈബേഴ്സ് എങ്ങനെയായിരിക്കും, തിക്നെസ് ഓഫ് ഫൈബർ അതിൻ്റെ ഫൈബർ തിക്നെസ് എന്ന് പറഞ്ഞാൽ 8.3 to 125 മൈക്രോമീറ്റർ ആയിരിക്കണം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് 1000 നാനോമീറ്റർ 1550 നാനോമീറ്റർ, അതായത് 1310 നാനോമീറ്ററും അതുപോലെ 1550 നാനോമീറ്ററിലെ വേവ് ലെങ്ത് ഉള്ള ഇതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. മാക്സിമം അറ്റുനേഷൻ, അതിൻ്റെ അറ്റുനേഷൻ എന്ന് പറഞ്ഞാൽ അതായത് സിഗ്നലിലെ അറ്റുനേഷൻ എന്ന് പറഞ്ഞാൽ 1 dB per കിലോമീറ്റർ. ഒരു കിലോമീറ്റർ 1 dB ആയിരിക്കും അറ്റുനേഷൻ, അതായത് കൂടുതൽ സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ലോസ് ഉണ്ടാവാൻ പാടില്ല അവിടെ. കേബിൾ ടു സപ്പോർട്ട് ടെൻസിൽ ലോഡ് ഓഫ് 180 kg, അതിൻ്റെ ടെൻസിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 180 kg ആണ്. കേബിൾ ഓഫ് മിനിമം ക്രഷ് റെസിസ്റ്റൻസ് ഓഫ് 152 kg per സെൻറ്റിമീറ്റർ, അത് മിനിമം ക്രഷ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 152 kg per സെൻറ്റിമീറ്റർ ആണ്. കേബിൾ should be tight buffered, that is the fiber should not be placed loosely or cladding there. അതിൻ്റെ ടൈറ്റ് ബഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു പ്രൊട്ടക്ഷനാണ്, ലെയറാണ് ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈബർ ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ് ലൂസ്ലി, ഫൈബർ ഒരിക്കലും ലൂസായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ലെന്നാണ്. ഇനി മൾട്ടിമോഡ് ഫൈബറിൻ്റെ പ്രത്യേകത തിക്നെസ് എന്ന് പറഞ്ഞാൽ 8.3 to 125 മൈക്രോമീറ്ററാണ്. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 850 നാനോമീറ്റർ ടു 1550 നാനോമീറ്റർ, 850 നാനോമീറ്റർ മുതൽ 1550 നാനോമീറ്റർ വരെയാണ് എൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ക്യാപ്പബിൾ ടു സപ്പോർട്ട് ടെൻസൈൽ ലോഡ് ഓഫ് 180 കിലോ, 180 കിലോ ടെൻസൈൽ സ്ട്രെങ്ത്തിന് സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. capable of minimum crush resistance of 152 kg per centimeter 152 kg ഉള്ള crush resistance ഉണ്ട്. Folded core, that is fibers with the cladding layer should have been closely bunched together. Folded core എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോൾഡ് ചെയ്യുന്ന കാരണം എന്താണ്, അതിൻ്റെ ക്ലാഡിങ് എപ്പോഴും ക്ലാഡിങ് ടൈറ്റ്ലി എന്താണ് ബെഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയാണിപ്പോൾ പറയുന്നത് എന്തൊക്കെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ള അതിൻ്റെ ഒരു നമ്മൾ സ്ട്രക്ചർ പഠിച്ചു, അതിൽ എങ്ങനെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.